ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസ ഫലമാണ്. ഏപ്രിൽ മാസത്തിൽ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ അഭിവൃദ്ധിയുള്ള ഒരു മാസമാണ്. അതായത് രാശിയുടെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ മറ്റ് പ്രബല ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചും ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ചും ഉത്തമമാണ്. രാശിയിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഭാഗ്യമുള്ള ഒരു മാസമാണ്. ഏഴരശനിയൊക്കെ ഉള്ള കാലമാണ്. അത് പല വിധത്തിലുള്ള ക്ലേശങ്ങളും സൂചകമാണ്. എന്നിരുന്നാലും ആരോഗ്യം പൊതുവെ ശുക്രൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു, മേടം രാശിയിൽ. അതുമൂലം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഈ ശുക്രൻ്റെ സ്ഥിതി വളരെ ഉത്തമമാണ്. തേജസ് വർദ്ധിക്കുന്നതിനും ഓജസ് വർദ്ധിക്കുന്നതിനും പ്രസിദ്ധി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. എങ്കിലും രാശിയുടെ അധിപൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് സ്ഥാനഭ്രംശസ്ഥാനമാണ്. ചില കാര്യങ്ങൾക്ക് നല്ലതാണ് എങ്കിലും മറ്റ് ചില കാര്യങ്ങൾക്ക് അത്ര തൃപ്തികരമല്ല. ഏതെങ്കിലും തരത്തിൽ തൊഴിൽപരമായോ അല്ലാതെയോ സ്വന്തം നാട് വിട്ട് നിൽക്കുവാൻ ഒരു സൂചന ഈ മാസം കാണുന്നു. വിദേശത്ത് പോകുവാൻ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് ശ്രമിക്കുന്നതിന് ഉത്തമമാണ്. അവർക്ക് നല്ല പുരോഗതികളൊക്കെ വന്നു ചേരുകയും സ്വന്തം നാട് വിട്ട് ഒരു ജോലി ലഭിക്കുവാനൊക്കെ യോഗമുണ്ട്. എന്നാൽ സ്വന്തം നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അകലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നു ചേരുവാൻ യോഗമുണ്ട്. അല്ലെങ്കിൽ മറ്റ് അകലെ ഒക്കെ പോയി ജോലി ചെയ്യേണ്ട ഒരവസ്ഥ കുറച്ച് നാളത്തേലെങ്കിലും ഉണ്ടാകുന്നതിന് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് സൂചകമാണ്. എന്നിരുന്നാലും അധിക ദോഷാവസ്ഥകളൊന്നും സൂചകമല്ല. ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരുമൊക്കെ സഹായത്തിനുണ്ടാകും. സുഹൃത്തുക്കൾക്കൊക്കെ അഭിവൃദ്ധി വന്നു ചേരുക, അങ്ങനെയൊക്കെ യോഗമുണ്ട്. ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രനാണ് രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ധനപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. തൊഴിൽ സ്ഥാനത്ത് പ്രധാനമായിട്ട് നല്ല ഒരു ശുഭ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. തൊഴിൽ സ്ഥാനാധിപൻ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ചൊവ്വയും അവിടെ ഉണ്ട്. അപ്പോൾ പല വിധത്തിലും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെയധികം അഭിവൃദ്ധികരമായിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീടുന്നതിന് സൂചനയുണ്ട്. വാഹനങ്ങൾ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അധിക സാഹസികത പാടില്ല. അതായത് രാശിയാധിപൻ ശനിയോട് യോഗം ചെയ്ത് അഗ്നിമാരുത ബന്ധം സൃഷ്ടിച്ച് നിൽക്കുമ്പോൾ സ്ഫോടനാത്മകമായിട്ട് സംസാരിക്കുന്നതിനും ക്ഷതം പതനം അസ്ത്രശസ്ത്രണം മുറിവുകൾ ഉണ്ടാകുന്നതിനോ അപകടങ്ങൾ ഉണ്ടാകുന്നതിനോ സാഹസികമായ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക വഴി ചില ക്ലേശങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് വഴി പലതരത്തിലുള്ള പൊള്ളലുകൾ ഏൽക്കുന്നതിനോ പാചകം ചെയ്യുന്ന വീട്ടമ്മമാരായിരിക്കുന്നവരൊക്കെ വളരെ ജാഗ്രത വേണ്ട ഒരു മാസമാണ് ഏപ്രിൽ മാസം. അതായത് രാശിയാധിപൻ ചൊവ്വ അത് ശനിയോട് യോഗം ചെയ്ത് അഗ്നിമാരുത ബന്ധത്തോടു കൂടി നിൽക്കുന്നു. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കടങ്ങളൊക്കെ വർദ്ധിക്കാതെ നോക്കണം. എന്നിരുന്നാലും പൊതുവെ കടങ്ങൾ വീടി വരുന്നതിനൊക്കെയുള്ള യോഗമാണ് കാണുന്നത്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മൃഗസംരക്ഷണ വിഭാഗത്തിലും അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം അഭിവൃദ്ധികൾ വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ടാകും. മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമാണ്. പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനും തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്തുവാനും അത് സാങ്കേതിക വിദ്യാ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും സാങ്കേതിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരും ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ സാമൂഹിക സന്നദ്ധ സംഘടനകളിലും രാഷ്ട്രീയ സംഘടനകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ടും വളരെ നല്ലതാണ്. വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് രാശിയിൽ നിൽക്കുന്നു. സപ്തമഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഉത്തമമായ ഒരു വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ യോഗവും ഭാഗ്യവും ഉണ്ട്. അതിനുള്ള ധനം വന്നു ചേരുവാൻ യോഗമുണ്ട്.
ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. ദാമ്പത്യ രംഗത്ത് ഏതെങ്കിലും തരത്തിൽ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെ എങ്കിൽ ആ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുവാൻ സൂചനയുണ്ട്. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ ദാമ്പത്യ ഭാവത്തിലേക്ക് പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുന്നു. വിവാഹ മദന ലോക ഭാര്യ ഭർത്തൃ സമാഗമ ശയ്യാശ്രീ സദ്ഗമ നഷ്ടാർത്ഥ മൈഥുന്യാന വിസപ്തമാത് എന്ന പ്രമാണപ്രകാരം വിവാഹം നടക്കുവാനൊക്കെ യോഗമുണ്ട്. വാക്കാകുക അങ്ങനെയൊക്കെ യോഗമുള്ള ഒരു പ്രധാന സമയമാണ്. അതായത് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ കണ്ടുകിട്ടുക. സ്ത്രീ ആയാലും പുരുഷനായാലും മധ്യവയസ്കർക്കും യൗവനയുക്തർക്കും ഒക്കെ അത് അനുകൂലമാണ്. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമായ കാലം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും അതുപോലെ തന്നെ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒക്കെ അത് സാധിക്കുന്നതുമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വിഷയങ്ങൾ എന്താണോ അതുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.